അല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണതെല്ലാം. UDF ചെയ്തത് വർഗീയ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കിയ ചെയ്തേ. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് 2 സീറ്റും അതുപോലെ തന്നെ വോട്ടുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ അത് ദുരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് അന്നേ പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവരതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഒരു നീക്കവും ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ഭരണം ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന പാർട്ടിയൊന്നുമല്ലല്ലോ CPIM. അല്ല, അവർക്ക് അവരുടെ ഭൂരിപക്ഷമായിട്ടില്ല. അവർക്കും ഭൂരിപക്ഷമില്ല. 51 സീറ്റുണ്ട്. 50 സീറ്റ് കിട്ടിയാൽ 101 സീറ്റുണ്ടല്ലോ. 50 സീറ്റ് കിട്ടിയ ഭൂരിപക്ഷമല്ല. പക്ഷേ ഉള്ള ഒന്നാമത്തെ കക്ഷി അവരായിരിക്കും വരിക. അത് നമുക്ക് നോക്കാം. പിന്നീടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതെന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് BJPയോ BJPയുമായി ചേർന്ന് കോൺഗ്രസിനെയോ ഇവിടെ കേരളത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, BJPയുടെ സ്ഥിതി മോശമാകുക ചെയ്തത്. നിങ്ങൾ BJPനെ പറ്റി ഇവിടെ ഒഴിച്ചു നിർത്തിയാൽ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് അവരാകെ ജയിച്ചത്, ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ്. BJP വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. കോർപ്പറേഷനിലാണ് അവർക്ക് കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിച്ചത്. ബാക്കി കേരളത്തിലുടനീളം അവരാഗ്രഹിച്ചതുപോലെ മുന്നോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കണക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതാ ഞാൻ പറഞ്ഞത്, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവർക്ക് ആകെയുള്ളത് BJPക്ക്. കൊല്ലം കോർപ്പറേഷൻ ഒന്നും പ്രതീക്ഷിച്ചതല്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നല്ല ഫൈറ്റാണെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നല്ല ധാരണയുണ്ട്. അല്ല, അങ്ങനെ അവർ അപ്രതീക്ഷിതം ഞാൻ പറയേണ്ട പ്രയോഗം വേണ്ടല്ലോ. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. അല്ല, എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതൊരു സാമാന്യ നിയമമല്ലേ. ഇടതുപക്ഷ തിരുത്താനൊക്കെ സമയമുണ്ട്. ഞങ്ങൾക്ക് ആ തിരുത്താൻ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിന് തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 68 സീറ്റ് കിട്ടിയല്ലോ 2010. 2 സീറ്റ് 1400 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഭരണം തന്നെ പോയത്. ശരി, നമുക്ക് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ഇതിന്റെ എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതാണ് പറയാനുള്ളത്.